പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കൊതിയോടെ കഴിച്ചു പോകുന്ന ഒരു പാവയ്ക്ക ഫ്രൈ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള പാവയ്ക്കാണെങ്കിൽ കയ്പ്പ് കുറവായിരിക്കും. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുരുക്കളെല്ലാം മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കുരുക്കൾ മാറ്റിയെടുക്കാൻ പറ്റും. പാവയ്ക്ക കഷ്ണങ്ങൾ ഒരല്പം വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ അളവൊരല്പം കുറച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതേപോലെ ഒരു പാൻ എടുക്കാം. ഞാനിപ്പോൾ ഒരു ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലിൽ മുരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ടേസ്റ്റ് അതിനാണ് വെളിച്ചെണ്ണയേക്കാളും. ഒറ്റ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് മുരിച്ചെടുക്കാൻ പറ്റും. പാവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് 3-4 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ എടുത്ത പാവയ്ക്കയുടെ അളവ് വെച്ചിട്ട് ഒരു 6 പേർക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒരല്പം ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഓയിൽ അധികമായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ പാവയ്ക്ക ഫ്രൈയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.